ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ചാലോ? കണ്ണടച്ച് ഈ സമയത്ത് നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് നിറയുന്നു. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. യെസ്, ഹോളി സ്പിരിറ്റ് അപ്പോൺ മീ ആൻഡ് മൈ ഫാമിലി, മൈ എൻറ്റയർ സിറ്റുവേഷൻസ്. യെസ്, ഇറ്റ് ഈസ് ഫീലിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, 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 ഹോളി സ്പിരിറ്റ് ഇതാ ഏറ്റെടുക്കുന്ന സമയം. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഓരോ വ്യക്തിയും ഏറ്റെടുത്തോണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിന്റെ വീട്ടിലെ അസ്വസ്ഥതയുടെ നടുവിലായിരിക്കും, ഒരുപക്ഷെ കിടപ്പ് രോഗിയായിരിക്കും, മാനസിക ദുഃഖത്തിലായിരിക്കും. എവിടെയാണെങ്കിലും വിശ്വസിക്കണം, ഈ സമയത്ത് പരിശുദ്ധാത്മാവിനിൽ ഇടപെടുന്നു. 1 രാജാക്കന്മാർ 19 അധ്യായം 14 തിരുവചനം. ഏലിയായ്ക്ക് തീഷ്ണത കൊടുത്ത പരിശുദ്ധാത്മാവേ. 2 രാജാക്കന്മാർ 2:9. ഏലീഷായ്ക്ക് തീഷ്ണത കൊടുത്ത പരിശുദ്ധാത്മാവേ. കഷ്ടകാലത്ത് ജോബിനെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. ദാനിയേൽ 13:45. ദാനിയേലിനെ ഉണർത്തിയ പരിശുദ്ധാത്മാവേ. അപ്പസ്തോല പ്രവർത്തനം 5:12. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവേ. നെഹമ്യ 9:20. നിങ്ങൾക്ക് വിവേകം തരുന്ന പരിശുദ്ധാത്മാവേ. ലൂക്ക 11:13. ഞങ്ങൾക്ക് നല്ല ദാനങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവേ. എഫേസോസ് 1:13. ഞങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവേ. യേശയ്യ 11:2. ഞങ്ങളുടെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവേ. യേശയ്യ 6:61-11. ഞങ്ങൾക്ക് ദൗത്യം വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവേ. യേശയ്യ 11:2. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിശുദ്ധാത്മാവേ. യേശയ്യ 11:2. ഉപദേശത്തിന്റെയും ശക്തിയുടെയും പരിശുദ്ധാത്മാവേ. യേശയ്യ 11:2. അറിവിന്റെയും ദൈവഭക്തിയുടെയും പരിശുദ്ധാത്മാവേ. നമ്മൾ നിൽക്കുന്നതിന് ചുറ്റും ഇതാ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു തീ കാറ്റിന്റെ ഒരു ശക്തി വെളിപ്പെടുന്ന സമയം, ഒരു തീ മഴ പെയ്യുന്ന അനുഭവം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും. ഓ പരിശുദ്ധാത്മാവേ, നന്ദി പറഞ്ഞ് കൈയടിക്കുന്നു. യെസ്, നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നിൽ വരുത്തുന്നു. ഓരോ സമയത്തും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനമനുസരിച്ച് നമ്മൾ ജീവിതത്തെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. ഈ മൊബൈൽ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നും പറഞ്ഞു വരും. നമ്മളത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുഴപ്പം എന്താ? കുറച്ച് കഴിയുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊള്ളാണ്ടാവും. അതിലെ പല ആപ്പുകളും പ്രവർത്തിക്കാണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? ആ കമ്പനി അത് അപ്ഡേറ്റ് ചെയ്യും. അത് കച്ചവടം അറിയാവുന്ന മൊബൈൽ കമ്പനികൾ അല്പം കൂടെ എന്തും കൂടെ ചെയ്യും? നമ്മുടെ മുമ്പിലേക്ക് അവർ മോഹന വാഗ്ദാനങ്ങളായിട്ട് ഓരോ വർഷവും അവർ വ്യത്യസ്തമായ ശൈലികളിൽ അവർ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തിറക്കും. ഇതൊരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സമയം കണ്ടെറിഞ്ഞ് ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മളെ സ്വയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പ്രധാനപ്പെട്ട. ദൈവം ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പല പല മേഖലകൾ, പല പല ആത്മീയ മേഖലകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ചിലരെ കണ്ടിട്ടുണ്ട്, എന്താണെന്നറിയാവോ? എൻ്റെ പ്രാർത്ഥനാ ശൈലി, ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മീയ മേഖലയാണെങ്കിൽ പ്രാർത്ഥനാ ശൈലി, എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രാർത്ഥനാ ശൈലി, ഞാൻ പണ്ട് തൊട്ട് ഒരു കൊന്ത ചെല്ലും, ഒരു ഇച്ചിരി ബൈബിള് വായിക്കും, മതി. ഈ ധ്യാനവും പ്രാർത്ഥനയൊന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ എന്നാ ഉണ്ടായ? ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം പോട്ടയൊക്കെ എന്നാ ഉണ്ടായ? പണ്ട് തൊട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ശൈലിയുണ്ട്, അത് മതി. എനിക്കിങ്ങനെ വന്ന് കൈയടിച്ച് പാട്ട് പാടുക, സ്തുതിക്കുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ ശ്രദ്ധിച്ചേ, ഓരോ കാലഘട്ടത്തിനും ഓരോ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് പുതിയ പുതിയ അഭിഷേകം നൽകി ആ മേഖലകളെ വളർത്തും.
അപ്പം നമ്മൾ എന്തു ചെയ്യണം? ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സമയം പ്രയോജനപ്പെടുത്തണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞോറായി മരിച്ചുപോയ CJ വർക്കി അച്ഛൻ ശാലോം ശുശ്രൂഷകൾ, ടെലിവിഷൻ ശുശ്രൂഷകളുടെയൊക്കെ ആരംഭകനായിരുന്ന പ്രിയപ്പെട്ട CJ വർക്കി അച്ഛൻ. അതോടൊപ്പം തന്നെ കൊളത്തുവയലിൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ തന്നെ പ്രിയപ്പെട്ട വർക്കി അച്ഛനിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അച്ഛനെ കുറിച്ച് കഴിഞ്ഞ നാളിൽ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ മലബാർ പ്രദേശത്ത് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നത് പള്ളി പണി എന്ന് പറഞ്ഞാൽ റോഡ് വികസനം, ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുക, ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സുഖകരമായ ജീവിതത്തിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിലായിരുന്നു ഒരു വൈദികനായിരുന്ന വർക്കി അച്ഛൻ്റെ താല്പര്യം. എന്നാൽ 1980കളിലോട്ട് എത്തിയപ്പോൾ അച്ഛൻ്റെ ശൈലികളിൽ ഒരു മാറ്റം. അച്ഛൻ ഈ റോഡ് പണി പയ്യെ ഒതുക്കി, പള്ളി പണി പയ്യെ നിർത്തി. എന്നിട്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷ മേഖലയിലേക്ക് അച്ഛൻ ശക്തമായിട്ട് ഇറങ്ങി. അതിനെക്കുറിച്ച് അച്ഛൻ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. ഇപ്പോഴും ഞാൻ പള്ളി പണിത് റോഡ് പണിതുകൊണ്ടൊന്നും ജീവിക്കാനല്ല, മറിച്ച് ഇനി ആവശ്യം ആത്മീയ മേഖലയിൽ ദൈവജനത്തെ സഹായിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സമയം പ്രയോജനപ്പെടുത്താനുള്ള ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും, CJ വർക്കി അച്ഛനെ കുറിച്ച് പറയാനല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പോട്ട ആശ്രമം, ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രമാണ്. നിങ്ങൾ ഇവിടുത്തെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മുൻവശത്ത് ഗേറ്റിൻ്റെ സൈഡിൽ ഒരു ബോർഡിൽ ഈ പോട്ട ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെൻ്ററാണ്. മേരിമാത പ്രൊവിൻസിൻ്റെ കീഴിലുള്ള പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രങ്ങളുടെ സെൻ്ററാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനമല്ലല്ലോ നടക്കുന്നത്. ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെൻ്ററാണ്. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെയും മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതിശക്തമായ ശുശ്രൂഷ ഇവിടെ നിന്നാണ് എല്ലാ ഇടങ്ങളിലേക്കും പോയി ശുശ്രൂഷ നടത്തിയിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് ആഗ്രഹം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ജോർജ് അച്ഛനൊക്കെ നാളുകളോളം പ്രാർത്ഥിച്ച് വന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. അങ്ങനെയാണ് ഈ അനുദിന ശുശ്രൂഷ, ഇപ്പം നമ്മൾ പങ്കെടുക്കുന്ന ഡെയിലി ശുശ്രൂഷ, 365 ദിവസവും ശുശ്രൂഷയുള്ള ലോകത്തിലെ വേറെ ഏതെങ്കിലും ധ്യാനകേന്ദ്രം ഉണ്ടോ? നമ്മൾ ഇരിക്കുന്ന ഈ ധ്യാനകേന്ദ്രം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഹർത്താലാണെങ്കിലും കൊറോണയാണെങ്കിലും ഒക്കെ ശുശ്രൂഷ നടത്തപ്പെടുന്ന ദൈവം തെരഞ്ഞെടുത്ത ഒരു മണ്ണിത്. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ഇത് ആരംഭിച്ചപ്പോൾ 365 ദിവസമുള്ള ശുശ്രൂഷയായിട്ടല്ല, മറിച്ച് ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോഴും പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ജോജോ അച്ഛനും തോമസ് അച്ഛനൊക്കെ അനേക സ്ഥലങ്ങളിലേക്ക് പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷ ടീമങ്ങളായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു വഴിയിലൂടെ ഈ പോട്ടാശ്രമത്തെ ഉയർത്തി. അതാണ് അനുദിന ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുന്നത്. അതിനോട് ചേർന്നുള്ളതാണ് താമസിച്ചുള്ള ധ്യാനം. ഇവിടെ നിന്ന് നമുക്ക് അധികം ദൂരമല്ലാതെ നമ്മുടെ മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാന മന്ദിരം, അതെന്താണ്? കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിച്ചതാണ്. അതല്ലാതെ അവിടെ തുടക്കപ്പെട്ടതൊരു ധ്യാനകേന്ദ്രമല്ല. ഡിവൈൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടത്തിൽ മാത്യു അച്ഛനിലൂടെയും ജോർജ് അച്ഛനിലൂടെയും നൽകപ്പെട്ട അഭിഷേകം അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ ആ ഹോസ്പിറ്റലിനെ അതൊരു ധ്യാനകേന്ദ്രമാക്കി ഉയർത്തി. 7-ലധികം ഭാഷകളിൽ എല്ലാ ആഴ്ചയിലും ധ്യാനം നടത്തപ്പെടുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ദൈവം തരുന്ന സന്ദേശമനുസരിച്ച് നമ്മളെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ വളർത്തണം. അല്ലാതെ ഇങ്ങനെ ഞാൻ ജീവിക്കുകയുള്ളൂ, ഇങ്ങനെ തന്നെ ഇരിക്കും, അതല്ല.
മറിച്ച് ഓരോ സമയത്തും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും, വഴി കാണിച്ചു തരും. അത് കൃത്യമായിട്ട് അത് നമ്മൾ അനുസരിക്കണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉദാഹരണത്തിന് ധ്യാന ശുശ്രൂഷകളിലൊക്കെ അതിശക്തമായി കേരളത്തിൽ ദൈവം ഉയർത്തിയ പ്രിയപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ, തിരുവനന്തപുരത്ത് വെട്ടിനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം. നിങ്ങളവിടെ ചെല്ലണം, കാണണം. എന്ത് സുന്ദരമായിട്ടാണ് അതൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെ ഒരു വൈദികനിലൂടെ ഉയർത്തപ്പെട്ടു? ഈ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം നല്ല മിടുക്കനാണ്, നന്നായിട്ട് പഠിക്കും. ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ബിരുദം അത് റാങ്കോടുകൂടെ പാസ്സായി കഴിഞ്ഞപ്പോൾ ക്ലിമീസ് പിതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്തെ മാർ ഇവാനിവേഴ്സ് കോളേജ്, അവിടെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇതാ ക്രമീകരിക്കാൻ പോകുന്നു. അച്ഛനെയാണ് തിരഞ്ഞെടുത്തിട്ട്, കാരണം അച്ഛന് ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ടുള്ള ആളല്ലേ, അച്ഛനെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അച്ഛനപ്പ സന്തോഷമായി. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് തോന്നുന്നു ഇതല്ല എൻ്റെ ദൗത്യം, എനിക്ക് സുവിശേഷം പറയാനാണ്, സുവിശേഷ ശുശ്രൂഷയാണ് എനിക്ക് താല്പര്യം. പിതാവ് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിതാവ് ഒരു ദിവസം ഡാനിയേലച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാനിയേലച്ച, അച്ഛൻ സുവിശേഷ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൗത്യം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ശുശ്രൂഷ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന അനേക ശുശ്രൂഷ മേഖലകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ ഒരു വൈദികനിലൂടെ, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വീടുകളിൽ ഇരുന്ന് യൂട്യൂബിലൂടെയൊക്കെ പഠിക്കുവാൻ, വചനം പഠിക്കാൻ തക്കവണ്ണം ഒരു വൈദികനിലൂടെ ദൈവം ഉയർത്തിയത് എപ്പോഴാണ്? കാലഘട്ടത്തിൻ്റെ സ്വരം കേട്ട് സമയം പ്രയോജനപ്പെടുത്തി ഒരു വൈദികൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചപ്പോഴാണ്. നല്ല കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാലക്കാട് രൂപതയുടെ സാധാരണപ്പെട്ട വൈദികൻ, അദ്ദേഹം ഇടവക വികാരിയച്ഛനാണ്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു സാധാരണ ഇടവക വികാരി അട്ടപ്പാടിയിൽ താവളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനം, ഒരു ധ്യാന ശുശ്രൂഷ, ആത്മീയ മേഖലയിൽ ഇടപെടണം. അങ്ങനെ ആരംഭിച്ചതാണ് അട്ടപ്പാടിയിലെ സെഹിയോൻ ധ്യാന മന്ദിരം. കുറച്ചാളുകളെ ഉള്ളൂ. ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്ന ചിലർ പോലും ചിന്തിച്ചു, അട്ടപ്പാടിയിൽ ധ്യാന കേന്ദ്രം, പിന്നെ ആര് പോകും? എന്നിട്ട് എന്താ ഉണ്ടായേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പോലും കടന്നു ചെല്ലാത്ത സ്ഥലമെന്ന് കരുതിയ സ്ഥലത്തേക്ക് ജനപ്രവാഹം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവജനപ്രവാഹം. അവിടെയാണ് വൈദികർക്ക് വേണ്ടി പ്രത്യേക ധ്യാന ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു. കേരളത്തിൽ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളം ശുശ്രൂഷ മേഖലകൾ തുറന്നു, അഭിഷേകാഗ്നി ശുശ്രൂഷകൾ തുറക്കപ്പെട്ടു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അച്ഛനിലൂടെ പുതിയ ഒരു സന്യാസഭ PDM എന്ന് പറയുന്ന പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന ഒരു സന്യാസ സഭ ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാലഘട്ടത്തിൻ്റെ സ്വരമനുസരിച്ച് സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇതിവിടെ ഇരിക്കുന്ന കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം, ഇതെല്ലാവർക്കും ബാധകമാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമയം നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. നമ്മുടെ മുമ്പിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം. ഇതെന്തിനാണെന്നറിയാവോ? ഇത് ഈശോ എങ്ങനെ സമയത്തെ പ്രയോജനപ്പെടുത്തി എന്ന് പഠിക്കാൻ പറ്റും. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഈശോ തന്റെ സമയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് നമ്മൾ വായിക്കുന്നത് എവിടുന്നാണെന്നറിയോ? വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ആ സ്ഥാപനം എപ്പോഴാണെന്നറിയാവോ? യേശു ഒരു കാര്യം അറിഞ്ഞു, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോ ചിന്തിക്കുകയാണ്, ഞാൻ ഈ 3 വർഷമായിട്ട് 12 എണ്ണത്തെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവന്മാർക്കൊരു പക്വത പോരാ. അവരുടെ സ്വഭാവം എപ്പോഴും തമ്മിൽ തല്ലുന്നു, ആകപ്പാടെ ഒരു സുഖമില്ല. ഇവർക്ക് ഇച്ചിരിയുടെ പക്വത വന്നിട്ട്
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കാം, പെസഹ തിരുനാൾ ആഘോഷിക്കാം എന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? ഈ ചരിത്രം മാറിപ്പോകും. അതായത് ഈശോയ്ക്ക് കൃത്യമായിട്ട് സമയത്തെ തിരിച്ചറിയാൻ പറ്റി. ആ സമയത്തിനനുസരിച്ച് ഈശോ പ്രവർത്തിച്ചു. നിനക്ക് ലഭിക്കുന്ന സമയത്തെ നീ പ്രയോജനപ്പെടുത്തണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. കണ്ടോ എന്ത് മനസ്സിലായി? ഈശോയ്ക്ക് വ്യക്തമായി മനസ്സിലായത് തൻ്റെ സമയത്തെ കൃത്യമായി തിരിച്ചറിയാൻ. നിനക്ക് ലഭിക്കപ്പെട്ട സമയത്തെ കൃത്യമായി തിരിച്ചറിയണം. ഹല്ലേലൂയാ. നാളത്തേക്ക് മാറ്റിവെക്കാനല്ല, ഇപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇതിനെ പ്രയോജനപ്പെടുത്തണം. വലതു ഇടതു ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. പറഞ്ഞു കൊടുത്തേ, സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. അത് യൂസ്ഫുൾ ആക്കണം. നമ്മുടെ കയ്യിലുള്ള ഈ സമയം ഇനി നാളെ കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ. നാളെ കിട്ടുമെന്ന് വിചാരിക്കും. ഇപ്പൊ കിട്ടിയിരിക്കുന്ന സമയം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന സമയം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അതായത് സമയത്തെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അതായത് സമയം ശരിക്കും അറിഞ്ഞ് ആ സമയം പ്രയോജനപ്പെടുത്തിയവനാണ് ഈശോ. ഈശോയുടെ ഈ ട്രെയിനിങ് അപ്പസ്തോലന്മാർക്കൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പൗലോസ്ലീഹായെ കുറിച്ചൊരു വചനമുണ്ട്, ഒന്ന് വായിച്ചാലോ? പൗലോസ്ലീഹായ എങ്ങനെയാണ് ഈ സമയം ഉപയോഗിച്ചത്? തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 2-ാം പുസ്തകം അതിന്റെ 4-ാം അധ്യായം 6-ാം തിരുവചനം. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. പൗലോസ്ലീഹ പറയുകയാണ്, ദേ എന്റെ സമയമായി. ഇത് കഴിഞ്ഞിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നന്നായി ഉപയോഗിച്ചു. ആര്? പൗലോസ്ലീഹ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ്ലീഹയെ കുറിച്ചൊരു വചനമുണ്ട്, വായിച്ചാലോ? പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പത്രോസ്ലീഹയുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എന്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു. പത്രോസ്ലീഹ പറയാ, അതെ ഇതെന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തില് സമയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് 2 കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും സമയം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, അധികം സമയമൊന്നുമില്ല, അധിക സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഇതാ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു സമയമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് സാധിക്കുന്നവർ കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്റെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ ഇതാ നിന്റെ മുമ്പിലേക്ക്. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ സുന്ദരമായ ദൃശ്യമൊന്ന് കാണണം. നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു മാലാഖ നിന്നോട് സംസാരിക്കുകയാണ്, നിന്നോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകേണ്ട ചില മേഖലകൾ,
എനിക്ക് വെളിപ്പെടുത്തി തരും ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നമുക്കറിയാവുന്നൊരു ഗാനത്തിൻ്റെ വരികൾ നിങ്ങൾ പാടേണ്ടതില്ല, മറിച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ ഒന്ന് കേൾക്കുക. ദൈവം നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നോട് ചില കാര്യങ്ങൾ ഇതാ ഒരു ദൈവദൂതനിലൂടെ സംസാരിക്കുകയാണ്. ആ വരികളൊന്ന് കേട്ടു നോക്കിക്കേ. മങ്ങിയൊരമ്പി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. നിന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിക്കുന്ന മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇതാ നിന്റെ പക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരികയാണ്. മരണത്തിന്റെ വാർത്തയുമായിട്ട് കടന്നു വരുന്നു. നീ അത് തിരിച്ചറിയണം. ആ പാട്ടിന്റെ വരികൾ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കിക്കേ. മങ്ങിയൊരമ്പി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. മരണത്തിന്റെ വാർത്ത കേട്ട് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ സങ്കടമായി, ഭാരമായി. ദൈവമേ, ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ, എനിക്ക് ഒരുങ്ങാൻ സമയം വേണം. ദൈവദൂതനോട് നീ യാചിക്കുകയാണ്, ദൈവമേ ഞാൻ ഒരുങ്ങിയിട്ടില്ലത്രേ. എൻ്റെ ജീവിതത്തിൽ മരണത്തെ സ്വീകരിക്കാൻ ഞാൻ ഒട്ടും ഒരുങ്ങിയിട്ടില്ല. കാരണം ഞാൻ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്, ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾ. ഓരോ വ്യക്തിയും ചിന്തിച്ച് നീ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്? നിനക്ക് കിട്ടിയ സമയം നീ ഉപയോഗപ്രദമാക്കിയോ, അതോ അലസമായ സമയം കളഞ്ഞോ? ഇതാ ദൈവത്തിന്റെ ദൂതൻ നിന്റെ മുമ്പിൽ വന്ന് വിളിക്കുമ്പോൾ നീ എന്താണ് ദൂതനോട് പറയുന്നത്? ഈ സമയം ആ ഗാനത്തിന്റെ അടുത്ത വരികളൊന്ന് പാടി നോക്കിക്കേ. കേട്ടുമടുങ്ങി മനമിളകി പേടി വളർന്നെൻ സ്വരമിടറി മിഴിനീർ തൂക്കിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ഇത് നിന്റെ ഉള്ളിലുള്ള വലിയ സങ്കടത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ സമയം തീർന്നു പോയോ? എനിക്കിനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. എൻ്റെ വീടിനെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഞാൻ അലസമായിട്ട് ജീവിച്ചു പോയി. എനിക്ക് സമയം വേണം. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാനുണ്ട്. എനിക്ക് ജീവിതത്തിൽ ചില വിശുദ്ധീകരണം എനിക്കും ആവശ്യമാണ്. ദൈവദൂതന്റെ മുമ്പിൽ നിന്റെ ഒരു കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ആ വരികൾ ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കേട്ട് നോക്കിക്കേ. കേട്ടുമടുങ്ങി മനമിളകി പേടി വളർന്നെൻ സ്വരമിടറി മിഴിനീർ തൂകി മിഴിനീർ തൂക്കിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. എന്നാൽ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയം നീ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി മറ്റൊരു സമയം കാത്തുവെക്കപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയിൽ നിനക്ക് അനുവദിക്കപ്പെട്ട സമയം, നിനക്കൊരു സമയം തന്നിട്ടുണ്ട്. ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണം. അതിനുള്ളൊരു തീരുമാനമാണ്. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മിഴിനീർ തൂകി ഉണർത്തിച്ചു. നാഥ, എനിക്കൊരു ഒരുക്കം വേണം, എനിക്കൊരു സമയം വേണം. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആ പ്രാർത്ഥനയാണ് അടുത്ത വരികൾ. ഈ പ്രാർത്ഥനയുടെ ഉത്തരം പോലെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കും. ആ രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാമീ താനവലംബം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല. ചേർന്നൊന്ന് പാടിക്കേ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാമീ താനവലംബം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ദൈവം തന്ന സമയം നീ എങ്ങനെയാണ് ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നത്? അലസമായി നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ സമയം നീ കളയുന്നുണ്ടോ?
ജീവിതത്തിൽ കിട്ടിയ സമയത്തെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കി കളഞ്ഞ സമയങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അലസമായി ജീവിച്ച ജീവിത വഴികൾ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള അനുഭവങ്ങൾ, ദൈവമേ, ഇത് ഞാൻ ഓർത്ത് ഇതാ അൾത്താരയിൽ സമർപ്പിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ ശക്തിയും ബലവും വേണം. എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവേ എനിക്ക് കൃപ വേണം. എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.